വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാൻ ആക്ച്വലി കിച്ചണിൽ നിന്നാണ് ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുന്നു. സോ കിച്ചൺ മെസ്സപ്പാണ്, ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഓക്കെ. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് ടുഡേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഉടനെ ഇടാൻ പോകുന്നില്ല. എന്തായാലും ഒരു 10, 28, 30 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ എടുത്തുള്ളൂ. അതിൻ്റെ റീസൺ കണ്ടില്ലേ, ഒരാളും കൂടെ ഉണ്ട്. സോ അതിൻ്റെ റീസൺ, ഞാൻ ഇന്നൊരു കുഞ്ഞ് ടൈനി ഹ്യൂമനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുന്നതും ഫസ്റ്റ് ആളുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആളുടെ പേരൻസ് ആളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്തായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നു എന്നല്ല, ഞാൻ അതിൽ ഇൻക്ലൂഡും ചെയ്യുന്നില്ല. ലൈക്ക് ദാറ്റ്സ് അപ് ടു ഹർ പേരൻസ്. ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ, സ്വന്തം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് സ്വന്തം എന്ന് പറയുന്നത്, സ്വന്തം ചേട്ടൻ്റെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും കുഞ്ഞിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നലെ വെളുപ്പിന് 3:30 ഡെലിവറി. 3:45 ആയപ്പോൾ ഞങ്ങളെയൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് ശരിക്കും പറഞ്ഞ ഉറക്കമില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുഞ്ഞുവാവേനെ കാണാനായിട്ട്, മീറ്റ് ചെയ്യാനായിട്ട്. അപ്പം യെസ്, ഞാനൊരു ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു വളകാപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൃഷ്ണനുണ്ണി ആൻഡ് അഖിലയുടെ ആൻഡ് അവരുടെ കുഞ്ഞുവാവയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതായത് ആ ഒരു മൊമെന്റിൽ ഉണ്ണിച്ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്കും സന്തോഷം കണ്ടിരുന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഉണ്ണിച്ചേട്ടനിൽ വാസ് ലൈക്ക് അങ്ങനെ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ ലിറ്ററലി ഈസ് ക്രൈയിങ് മൈൻഡിൽ. പുള്ളി അങ്ങനെയാണ് സംസാരിച്ചത്. കാരണം ഞങ്ങളെല്ലാവരും ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വളകാപ്പ് വീഡിയോയിൽ തന്നെ അറിയാം, ഒരുപാട് പേര് പോൾ ചെയ്തിട്ടും ബേബി ഗേളിന് വേണ്ടിയിട്ടായിരുന്നു. നെവർ മൈൻഡ്, കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഇവിടെ അടുക്കളയിൽ അമ്മ വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ തറയിടുന്നതാണ്. സോ അതൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ ടോയ്സ്. വെറുതെ കാശ് കൊടുത്ത് കൂടിയ ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. എൻ്റെ കുഞ്ഞിന് ഇവിടുത്തെ പാത്രങ്ങളൊക്കെയാണ് ഇഷ്ടം. ഓക്കെ, എനിവേസ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ എന്തായിരുന്നു, ഉണ്ണിച്ചേട്ടനും അഖിലേക്കും എല്ലാവരും ഗേൾ ബേബിക്ക് വേണ്ടിയിട്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നത്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ എനിക്ക് മൈൻഡിൽ ബോയ് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ അവരുടെ സന്തോഷം ഗേളായതുകൊണ്ട് എനിക്ക് അത് തന്നെയായിരുന്നു. ആൻഡ് ദൈവം അവരുടെ സന്തോഷം അതുപോലെ തന്നെ നടത്തി കൊടുത്തു. ഒരു കുഞ്ഞു ബേബിയാണ്, പേര് ഇത്തിഹ. എനിക്കിനി പേര് പറയാം, കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവരെ പേരൊക്കെ എന്തായാലും റിവീൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. അതിലും കോയിൻസിഡൻസ്, എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇത്തളാണ്, ബേബിയുടെ പേര് ഇത്തിഹയാണ്. അപ്പം രണ്ടുപേരും ഭയങ്കര ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടും ഭയങ്കര രസമാണ് ഇവര്. എനിക്ക് ഉറപ്പാണ് ഇൻ ഫ്യൂച്ചറിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം ഞങ്ങളുടെ ആ റിലേഷൻ അങ്ങനെയാണ് ഇപ്പോഴും. ഞങ്ങൾ അത്രയും നല്ല ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പാത്രങ്ങളും കലങ്ങളും ഒക്കെ കാണുന്നുണ്ട്, അടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം അമ്മയോട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നീ അടുക്കള വൃത്തിയാക്കുക, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ജോലി ഉണ്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സാരല്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ, നെവർ മൈൻഡ്, ഇതൊക്കെ ആരും നോക്കുന്നു, എന്നെ ഫോക്കസ് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേസ്, അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, 3:30 തൊട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാണാം. പിന്നെ കുളിക്കാത്ത ഞാൻ ഇന്ന് കാലത്ത് കുളിച്ചു. കുഞ്ഞിനെ കാണാൻ പോകുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് പോകണമല്ലോ. അപ്പോൾ കുളിച്ചു, ലിറ്റിൽ മേക്കപ്പ്, കാരണം കുഞ്ഞു നമ്മളെ കണ്ട് പേടിക്കാൻ പാടില്ലല്ലോ. ആദ്യമായിട്ട് കാണുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഞാൻ ലൈറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഞാൻ കുഞ്ഞുമാവെ കാണാൻ പോവാണ് രാവിലെ തന്നെ. ജോലിക്ക് പോകണം. അപ്പം അതിന് മുന്നേട്ട് ഒന്ന് കയറി തല കാണിച്ചിട്ട് കുഞ്ഞുമാവേനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഹലോ ഒക്കെ പറഞ്ഞൊരു ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലോട്ടൊരു പുതിയ മെമ്പർ വരുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ. അത്രയും എക്സൈറ്റഡ് ആണ് കുഞ്ഞുമാവേനെ മീറ്റ് ചെയ്യാൻ. സോ ലെറ്റ്സ് ഗോ. ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയും കുഞ്ഞും അവിടെയാണ്. അപ്പോൾ കാലത്ത് ഞാൻ ചെന്ന സമയത്തേക്ക് അവരെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലേബർ റൂമിൽ പോയിട്ടാണ് രണ്ടാളെയും കണ്ടത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു മൊമെൻറ്റിൽ. കാരണം എന്തു പറയുക, കുഞ്ഞുവാവേനെ, അതായത് ജനിച്ച് ഏതാനും മണിക്കൂറുകളായ കുഞ്ഞിനെ കാണുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്ന ഏറ്റവും കുഞ്ഞ് നമ്മുടെ ഇത്തിഹയാണ്. അപ്പോൾ ഇതായിരുന്നു ഹോസ്പിറ്റലിലെ വിശേഷം. ഞാൻ വേറെ ഒന്നും ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നൂലുകെട്ടിലെ വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, അപ്പോ കുഞ്ഞ് ജനിച്ച ദിവസത്തെ എക്സൈറ്റ്മെന്റും അതുപോലെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നാണ് കുഞ്ഞിന്റെ നൂലുകെട്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിനോടകം ഗെറ്റ് റെഡി വിത്ത് മീ അല്ലാത്ത ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണണം. എനിവേസ്, സോ നമ്മൾ ഇന്ന് കുഞ്ഞുവാവയുടെ നൂലുകെട്ടിനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഞാനിത് ഒരുങ്ങി കോലം കിട്ടിയതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കണ്ടു കാണും ഇതിനോടകം. ഇല്ലാന്നുണ്ടെങ്കിൽ പോയി കാണുക, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്, പക്ഷെ എങ്കിലും എനിക്ക് ഒരു 10 വാക്ക് പറയാതെ എനിക്ക് വണ്ടി എടുക്കാൻ തോന്നുന്നില്ല.
എനിക്കൊന്ന് വളകാപ്പിന്റെ വീഡിയോയിലും ഞാൻ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്ത കാറി വെച്ചാണ്. ഇതും അതുപോലെ തന്നെ. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും ഞാൻ. കാരണം ആ ഒരു ഫസ്റ്റ് ഡേ വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുഞ്ഞുവാവേനെ കാണാൻ. ഇതിനോട് ഞാൻ 2 ദിവസം പോയി കണ്ടു അല്ലാതെ തന്നെ. എങ്കിലും ഇന്ന് കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ഫാമിലി ഇല്ല. കാരണം അവർക്കൊക്കെ കുറച്ച് ചെറിയ ചെറിയ എൻഗേജ്മെന്റ്സ് ഉള്ളത് കൊണ്ട് അവരെല്ലാം ബിസിയാണ്. അപ്പൊ മോളും ഒക്കെ അവരുടെ കൂടെയാണ്. എനിക്കിത് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത്രയ്ക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവന്റ് ആയതുകൊണ്ടുമാണ് ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ നമുക്ക് പോകാം. വളകാപ്പ് ഫംഗ്ഷൻ നടന്ന സെയിം വെന്യൂവിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ടും. അത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലാണ്. ഇപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ കുഞ്ഞാവയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നല്ലൊരു അടിപൊളി വെൽക്കം ബോർഡും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവ ജനിച്ച ആ ഒരു ടൈമിലെടുത്ത ഫോട്ടോ ആയിരുന്നു. നല്ല ചബ്ബിയായിട്ടിരിപ്പുണ്ടായിരുന്നു. വാവ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ബോർഡ് തന്നെ മനം കവർന്ന ഐറ്റമായിരുന്നു. അപ്പോൾ അവിടെ നേരെ ഞങ്ങൾ എൻട്രൻസിലോട്ട് പോയി. ആസ് യൂഷ്വൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും മുഖ്യ ആയതുകൊണ്ട് തന്നെ എല്ലാ മൊമെൻറ്റ്സും ഞാൻ പറ്റുന്ന രീതിക്ക് നല്ലോണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാനരപ്പട എല്ലാം അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവാവേനെ കണ്ടു. കുറേ നേരം കുഞ്ഞുവാവേനെ എടുത്ത് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ യൂഷ്വൽ ഫ്രണ്ട്സ് കൂടുമ്പോൾ എന്തായാലും നമ്മൾ ലോക കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചർച്ച ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റയും പറയും ഒക്കെ ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീരകഥകളൊക്കെ എന്തോരം പറയാൻ കിടക്കുന്നു. മക്കളൊന്ന് പെട്ടെന്ന് വലുതായിട്ട് വേണം. കുഞ്ഞുവാവ എടുത്തിട്ട് കുറേ കൊച്ചു വർത്താനങ്ങൾ ഞാനങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കുറേ വീരകഥകൾ എനിക്ക് പറയാനുണ്ട്, നീ ഒന്ന് വലുതായിട്ട് വേണം എനിക്കതെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. കാരണം ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്കിലൊന്നും എഴുതിയ തീരത്തില്ല, അത്രയ്ക്കുണ്ട് ഞങ്ങൾക്ക് കഥകൾ പറയാൻ. യൂഷ്വൽ എൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മുടെ കുറേ നല്ല മെമ്മറീസ് ഉണ്ട്, കുറേ സ്കൂളിൽ ഓർമ്മകളുണ്ട്, കോളേജിലെ ഓർമ്മകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുഞ്ഞുവാവയോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആള് ഇടയ്ക്ക് ഉറക്കത്തിലൊന്ന് ചിരിക്കും, ഇടയ്ക്കൊന്ന് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഹലോ ഗൈസ്, വ്ളോഗിനുള്ള കണ്ടന്റ് ആണോ? ഇത് ഉണ്ണിച്ചേട്ടൻ്റെ സിസ്റ്ററും അമ്മയും അളിയനുമാണ്. അപ്പോൾ ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി പറയായിരുന്നേ. ചേട്ടൻ്റെ അളിയൻ ആക്ച്വലി മലയാളം അറിയില്ല. അപ്പം ഞങ്ങൾ എപ്പോഴും പുള്ളിയോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പുള്ളി ഒരു 4 വർഷമായിട്ടുണ്ട്. 4 വർഷം കൊണ്ട് പുള്ളിക്ക് ഇപ്പം നല്ലതുപോലെ മലയാളം മനസ്സിലാകുന്നുണ്ട്. വേണ്ടിയ ചില മാതൃഭാഷകളൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എൻഗേജ്മെന്റ് 2 നടക്കാൻ പോകുന്നു. മോതിരം മാറ്റം ചേച്ചിയുടെ പ്രോ ആർട്ടിസ്റ്റ്. അല്ല കൊരവുണ്ടോ? കൊച്ചിന്റെ നൂലുകെട്ട് കല്യാണം നൂലുകെട്ട്. മാക്സിമം ഞാൻ ഇതിൽ റോ വീഡിയോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ യൂഷ്വൽ സംസാരവും കളിയും ചിരിയും തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ താറ്റുന്നതും ഒക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് പാട്ടെന്നുള്ള കൺഫ്യൂഷനാണ് നടക്കുന്നത്. എടാ വല്ല ഡിവോഷണൽ മലയാളം സോങ്സ് എന്തോന്നു താലോലം നടി. വേറെ സ്പെല്ലിംഗ് മാറല്ലേ താലോലത്തിന്റെ? അല്ല അത് വരുന്നില്ലടാ. KS01 31 പ്രക്ഷോഭ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് കഥ അല്ല, അതിന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പാട്ട് എനിക്ക് അറിഞ്ഞോ? അയ്യോ കൊച്ചിന്റെ അമ്മേ, കൊച്ചിന്റെ അമ്മേ, അയ്യോ കൊച്ചിന്റെ അച്ഛൻ വന്നു. കൊച്ചിന്റെ അച്ഛൻ കൊച്ചിന്റെ അമ്മ. പറയൂ. ഓക്കെ, അയലാപ്പി ലൈക് സമയത്തിനെ പറ്റി 2 വാക്ക് പറയൂ. എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു? എല്ലാവർക്കും ആവശ്യം സമയം, എല്ലാവർക്കും ആവശ്യമുണ്ട്. വാച്ച് കിട്ടിയാലേ സമയം അറിയാൻ പറ്റൂ. ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. ജോർജിലസ് മൊമെന്റ്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ കൂടി നിന്ന് എന്തെങ്കിലും കുറച്ച് ബൈറ്റ് എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര കോമഡി ബൈറ്റായിട്ട് മാറിയേക്കായിരുന്നു. നമ്മളിന്ന് ചപ്പറി ചപ്പറിന്ന് ഞാൻ പറഞ്ഞു. അളിയ ഇതൊക്കെ പറഞ്ഞാല്
10,000 ഫോളോവേഴ്സ് ആയതിനെ കുറിച്ച് 2 വാക്ക്. ഓ 10,000 ഫോളോവേഴ്സ്. എനിക്ക് പൈസ ഉണ്ട് ഇതിന്, മണിക്കൂറിന് 10,000. ഈ ഒരു പരിപാടിയുടെ തൊട്ട് തലേദിവസം ആയിരുന്നു എനിക്ക് 10K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും കൂടെ അത് പറഞ്ഞ് തന്നെ താറ്റുമായിരുന്നു. അപ്പം അതായത് യൂഷ്വൽ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്ത് എല്ലാവരുടെ വായിരുന്നു തെറിവിളിയൊക്കെ കേട്ടിട്ടാണ് ലാസ്റ്റ് എനിക്ക് 10K ഫോളോവേഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റി കളിക്കുമായിരുന്നു കേട്ടോ പരസ്പരം. ഏത് കാലത്ത് എത്തുന്നു ഇനി അടുത്ത 10 പേര് തെറി വിളിക്കണം. ഞാൻ വിളിക്കാം. എന്റെ അക്കൗണ്ട് ഇനി ആക്റ്റീവ് ആയിരിക്കും, വേറെ പേരിലായിരിക്കും, കമന്റ് സെക്ഷനിൽ കാണും. ദിവാകരം പുള്ള. ഇവളൊക്കെ എന്താന്നാ ഇവളെ വിചാരം? അയലാപ്പിയുടെ തന്നെ ആദ്യത്തെ ചോദ്യം, അമ്മയുടെ അടുത്ത് ആദ്യത്തെ ചോദ്യം, ഒരു അമ്മയാകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നൊക്കെ വായി തോന്നൊക്കെ വിളിച്ചോളാം. നല്ല സുഖമുണ്ട്, ഉറക്കം. നല്ല ഷൂ ഉണ്ട്. 10,000 ഫോളോവേഴ്സ് ഉള്ള വ്ളോഗറിന്റെ വ്ളോഗിൽ വരും. ഈ 10,000 എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊളാബ് ചെയ്യാന്നുള്ളൂ. ലൈക്ക് ഷീസ് ദ ബെസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ഓഫ് ഇന്ത്യ. വട്ടച്ചൊറിയായിട്ട് വരുന്നവരുടെ സോറിയാസിസ്. അത് നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു. രാജു ഭായ് രാധാകൃഷ്ണൻ. Whoever wants to prediction can call me. But just by looking I can tell. രാജുഭായ് മുഖം നോക്കി പ്രഡിക്റ്റ്. ഉണ്ണിച്ചേട്ടൻ്റെ ആളിനൊരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു. അപ്പോൾ പുള്ളി ഇനീഷ്യലി തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബേബി ഗേൾ ആയിരിക്കും എന്നൊക്കെ. അതായത് ഫസ്റ്റ് സ്കാനിന് മുന്നേ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അഖിലയുടെ ഫേസൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അതൊക്കെ പറഞ്ഞ് പരസ്പരം താറ്റിയൊക്കെ നിന്നപ്പോഴത്തേക്കും കുഞ്ഞുവാവ റെഡിയായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷനും തുടങ്ങാനുള്ള ടൈമൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടാ കല്യാണത്തിന് പനിനീര് തള്ളിയാൻ ആ ലെവലാണല്ലേ? സ്റ്റേജിൽ കയറുന്ന എല്ലാവർക്കും സാനിറ്റൈസറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേബിയുടെ എൻട്രി ആയിരുന്നു കേട്ടോ. ഒരു അടിപൊളി റോയൽ എൻട്രി ആയിരുന്നു നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി സീറ്റിങ്ങിൽ അവരുടെ പേരൻസ് 2 പേരും കൂടി ചേർന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോടുകൂടിയായിരുന്നു കുഞ്ഞു വാവേനെ നമ്മൾ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു റോയൽ മൊമെൻ്റ് ആയിരുന്നു അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഫിലിമിലൊക്കെ മാത്രം കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വെൽക്കമിങ് ആയിരുന്നു വാവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഡെക്കോറായിരുന്നു കേട്ടോ. എല്ലാം ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പ്രോഗ്രാമായിരുന്നു. നെയിം റിവീലിങ്ങും ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ കുഞ്ഞുവാവേനെ എന്താ പറയുക ഒരു ചാരിയറ്റിൽ കൊണ്ടുവരുന്ന പോലെ മനോഹരമായിട്ടായിരുന്നു ആ പേരൻസ് 2 പേരും കൂടി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുവാവ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളൊട്ടും എന്താ പറയുക വാശി പിടിക്കുകയോ കരയോ ഒന്നും അല്ലായിരുന്നു. ഇതൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു വാവക്കുട്ടനും. അങ്ങനെ അവർ നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിലെടുത്തതിന് ശേഷം നേരെ ചടങ്ങിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുഞ്ഞുവാവേനെ കൊണ്ട് നടക്കുമായിരുന്നു നിലത്തൊന്നും വെക്കാണ്ട്. അങ്ങനെ 2 പേരുടെയും അച്ഛന്മാർ വന്നിട്ട് വിളക്ക് കത്തിക്കുകയും അതുപോലെ പടുക്ക കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കുന്നുണ്ടായിരുന്നു. ബൈ ദാറ്റ് ടൈം നമ്മുടെ കുഞ്ഞുവാവയും അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാകാമായിരുന്നു ചടങ്ങിലോട്ട് വരാനായിട്ട്. അങ്ങനെ ആൾക്ക് ഇട്ടിരുന്ന ഫ്രോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ചടങ്ങൊക്കെ നടത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നോർമലി നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറുണ്ടാവില്ല. അപ്പോൾ അതേ കൂട്ട് ആളുടെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറി ആളെ ഒന്ന് എന്താ പറയുക ആ ഒരു മുണ്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവരുമായിരുന്നു. അഖിലയുടെ കയ്യിൽ ഉണ്ണിച്ചേട്ടൻ അമ്മ അങ്ങനെ കൊടുത്തപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ പോലും ഭയങ്കര സന്തോഷം തോന്നുവാണ്. കുഞ്ഞുവാവയുടെ ഈ ഒരു അടിപൊളി മൊമെൻറ്റിൽ എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ കുഞ്ഞുങ്ങളും നൂല് കെട്ടുമ്പോൾ കരയും. അതൊരു ആചാരമാണ്. അത് നമുക്ക് കരഞ്ഞില്ലെങ്കിലേ നമുക്ക് ടെൻഷനുള്ളൂ. അപ്പോൾ കുഞ്ഞുവാവയും കരഞ്ഞു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുവാവയ്ക്ക് വിഷമമുള്ള മൊമെൻറ്റ്സ് ആണെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന കുറച്ച് ടൈനി മൊമെൻറ്റ്സ് ആണ്.
അങ്ങനെ ആളെ ആ ഒരു അരിയിലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അരയിൽ നൂല് കെട്ടുകയാണ്. അപ്പം ഒഫീഷ്യലി ആൾക്ക് ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങാമെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കൂടിയാണല്ലോ ഈ നൂല് കെട്ട് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ണിച്ചേട്ടനും അഖിലയും ആൻറ്റിയും അവരുടെ രണ്ടുപേരുടെയും ഫാമിലിയും ഡിയർ വൺസും എല്ലാവരും കൂടെ നിന്ന് ബ്ലെസ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു മൊത്തത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫോളോയിങ്ലി എല്ലാവരും അവരവരുടെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞുവാവയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും. ചേച്ചി ഇപ്പം ഉണ്ണിച്ചേട്ടൻ്റെ ചേച്ചിയായിരുന്നു ഫസ്റ്റ് ടേൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോരോ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ അച്ഛൻ ഇട്ട് കൊടുക്കുന്നു, അഖിലയുടെ പേരൻസ് ഇട്ട് കൊടുക്കുന്നു, അഖിലയുടെ സിബ്ലിങ്സ് ഇട്ട് കൊടുക്കുന്നു, ആൻറ്റി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ചേട്ടൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് കുഞ്ഞുവാവയ്ക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുക. ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു മൊമെൻ്റ് കാണാനായിട്ട്. എന്താ പറയുക, അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബേബി ഗേളിനെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബേബി ഗേളിനെ ഗോഡ് സമ്മാനിച്ച സമയത്ത് അവരെ എത്രത്തോളം ഗ്രാൻഡാക്കാൻ പറ്റുമോ ഓരോ ഇവൻസും അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അത്രത്തോളം കിടിലാക്കുകയായിരുന്നു. ഉണ്ണിച്ചേട്ടനും ആകട്ടെ അഖിലാകട്ടെ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മൊമെൻറ്റ്സ് എല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പം അവരുടെ ഫാമിലിയായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന നമുക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ ആ ഒരു ഹാപ്പിനെസ്സിലൊക്കെ നമുക്ക് പങ്കുചേരാൻ പറ്റിയതിൽ. അതിനുശേഷം ഉണ്ണിച്ചേട്ടൻ കാതിൽ കുഞ്ഞുവാവയുടെ പേര് വിളിക്കുകയായിരുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പറയുന്നത് ഇതിഹാ കൃഷ്ണൻ എന്നായിരുന്നു. അപ്പം ചെവിയിൽ ചടങ്ങ് പ്രകാരം 3 തവണ വെറ്റിലയൊക്കെ വെച്ചൊരു ചെവി പൊത്തിപ്പിടിച്ചിട്ട് അടുത്ത ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഫംഗ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയതെങ്കിലും നമ്മൾ ആചാരങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. ഇങ്ങനത്തെയൊക്കെ കുറച്ച് പരിപാടികൾ യൂഷ്വൽ ആചാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നെയിം റിവീൽ ചെയ്യാൻ പോവുകയാണേ. അങ്ങനെ നമ്മുടെ ഏഞ്ചലിൻ്റെ നെയിമൊക്കെ റിവീൽ ചെയ്തു, ഇതിഹാ കൃഷ്ണ. ഭയങ്കര എന്താ പറയുക അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. ഉണ്ണിച്ചേട്ടൻ്റെ ആ ഹാപ്പിനെസ് നമുക്ക് ആ ഫേസിൽ കാണാൻ പറ്റും. അതിനുശേഷം സ്റ്റേജിൽ അവരെല്ലാം ഇരുന്നിട്ട് അവരുടെ കസിൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വന്ന് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് കൊടുക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. കാരണം ഈ ഫോട്ടോസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും നമുക്കൊരു മെമ്മറി തന്നെ ആയിരിക്കും. കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേജിൽ അങ്ങനത്തെ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേര് മാറി നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ സൊറ പറഞ്ഞ് അങ്ങോട്ട് തമ്മി താറ്റി അല്ലെങ്കിൽ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടുമ്പോൾ വേറൊരു വൈബാണല്ലോ. അപ്പോൾ സ്റ്റേജിൽ ഉണ്ണിച്ചേട്ടനും ശരിക്കും ഈ ഒരു ഗ്യാങ്ങിന് ഇടയ്ക്ക് വരേണ്ടതാണ്. പക്ഷേ സ്വന്തം പരിപാടി ആയതുകൊണ്ട് നമുക്ക് മുങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടുണ്ടായേനെ. പിന്നെ ഈ കാണുന്ന വിഷ്വൽ എൻ്റെ അടുത്ത് ഒരിക്കലും കട്ട് ചെയ്യരുത്, എന്തായാലും ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രശോഭേട്ടൻ എന്നെ കൊണ്ട് ആഡ് ചെയ്യിപ്പിച്ചതാണ് ഉണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ട്. ഇവരെല്ലാം ഉണ്ണിച്ചേട്ടൻ്റെ കൊളീഗ്സും ഫ്രണ്ട്സും സ്കൂൾ ഫ്രണ്ട്സും. ഹർഷൻ ചേട്ടൻ അതായത് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന പുള്ളിയൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ബാക്കിയുള്ളവരെല്ലാം കൊളീഗ്സാണ്. പിന്നെ ഞാനൊക്കെ സ്ഥിരം ആ ഒരു ഗ്യാങ്ങിൽ ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പം ഇവരാരെയും എനിക്ക് ഒരു ലൈക്ക് അന്യരാണെന്ന് തോന്നുന്നൊരു ഫീൽ എനിക്ക് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ സിസ്റ്ററും അളിയനും, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറി. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഉണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ ഫാമിലി എന്നോ അല്ലെങ്കിൽ കസിൻസ് എന്നോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ പറയാൻ പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനിയും ആൾക്കാരുണ്ട്, പക്ഷേ ക്ലോസ് ടു ഹിം എന്ന് പറയുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാവരെക്കാളും ഇളയ ആളാണ്. ഏറ്റവും ഇളയ ആളും ഞാനാണ് ഈ കൂട്ടത്തിൽ. പക്ഷേ നമ്മുടെ സെയിം വൈബാണ്. എനിക്കൊരിക്കലും ഇവരുടെ ഒരു ഗ്യാങ്ങിൽ നിൽക്കുമ്പം ഒരു ഓഡ് ഫീൽ തോന്നാറേയില്ല. അങ്ങനെ ഒരു സാഹചര്യം അവർ ഉണ്ടാക്കാറേ ഇല്ല. കാരണം അവരിലെ ഒരാളായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത്. ആ ഒരു ഗ്യാങ്ങിൽ തന്നെയാണ് എപ്പോഴും ഞാനുള്ളത്. ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആയാൽ പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ എൻ്റെ കൂടി ഫ്രണ്ട്സാണ്. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കിടയിലൊക്കെ ഉണ്ട്. അതിനെല്ലാം കാരണം ഉണ്ണിച്ചേട്ടൻ തന്നെയാണ്. കാരണം എന്നെ അങ്ങനെ ഒരു കാര്യത്തിൽ മാറ്റി നിർത്താത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഈ കഥകളൊന്നും പറഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായി, നല്ല വെള്ളദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസിൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. കയറി വന്ന സമയം ഞങ്ങൾ കുടിച്ചില്ലായിരുന്നു. പ്ലീസ് തായോ. This is for Cochin Touchel. Who are you? ഇത് എനിക്കാണ്. വെള്ളം തരും. കൊണ്ടേ കുറ കഥാപ്രസംഗം തുപ്പിയിട്ട്
അതിനെ കൂടെ എടുത്ത് നമ്മള് വെരികിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നെയ്യാർ ഡാമിന്റെ വശത്ത് മാത്രം കണ്ടിരുന്ന പട്ടിക്ക് പൂച്ചയ്ക്ക് കൊടുക്കാനും നല്ലത്, മനുഷ്യർ കുടിക്കാനുള്ളത്. കുറച്ച് എനിക്കും കൂടി അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. കാരണം ആ ഒരു ഗ്ലാസ്സിന് വേണ്ടി ഞങ്ങൾ എന്തോരം വായിട്ടലച്ചെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നല്ല ജ്യൂസായിരുന്നു കേട്ടോ. ഞങ്ങൾ തുടക്കത്തിൽ കുടിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല ദണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ കൂത്തമ്പലം ഏരിയയിൽ നിന്ന് അതിൻ്റെ അടുത്തൊരു കളരി ഏരിയ ഉണ്ട്, അവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇത് വയലോപ്പള്ളി സംസ്കൃതി ഭവനായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി പേരുകളൊക്കെ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഫൈനലി സദ്യ കഴിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാ കറികളും കൂടെ കൂട്ടി ചോറും പരിപ്പും അതുപോലെ നെയ്യും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചോറും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊതിയാവുന്ന ഒരു സദ്യ കഴിക്കാൻ. ഞാൻ മെയിൻലി ഒരു സദ്യ പേഴ്സണാണ്. എനിക്ക് മീൽസാണ് എപ്പോഴും ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ പായസവും പപ്പടവും കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉഫാ, എൻ്റെ നാക്കിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരുന്നു. ബോളിയും പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഈ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറുന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു. അതുകൊണ്ട് അവിടെ അവർ മാറ്റിയിട്ടിരുന്ന ഊഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നൊക്കെ തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുന്ന കുറേ രംഗങ്ങളാണ് ഇതൊക്കെ. ആരും കാര്യമാക്കണ്ട, സുഖമില്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അതിന് ശേഷം ഉണ്ണിച്ചേട്ടൻ്റെ പേരൻസാണ് അമ്മയും അച്ഛനും, ഐ മീൻ പൊന്നിയും അങ്കിളും. അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഒരു ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നിന്ന് കൗണ്ടർ അടിക്കുകയാണ്. കാരണം എല്ലാവരും പോയി, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കപ്പിൾ ഫോട്ടോസ് എടുക്കായിരുന്നു, അതും ഞങ്ങൾ താറ്റി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഓവറോൾ വീഡിയോസ്. നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു, മനോഹരമായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.